പ്രേക്ഷകർക്ക് മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ശാരീരിക ബന്ധം സാധ്യമാകുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 വൃക്ഷങ്ങളുടെ ചിത്രങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വൃക്ഷം തിരഞ്ഞെടുക്കുക. നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് ഉയരമുള്ള വണ്ണം കുറഞ്ഞ ആ വൃക്ഷമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഉള്ളിലേക്ക് നാം കടന്നു പോവുകയാണ്. ആദ്യമായിട്ട് ഒന്നാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് പറയാം. ആ വ്യക്തി നിങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനുള്ള ധാർമ്മികമായ അവകാശം അല്ലെങ്കിൽ നേരായ അവകാശം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനസ്സ് അങ്ങനെ പറയുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ദുസ്വാധീനമാകാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണോ എന്ന് നിങ്ങൾ വിശ്വസിച്ചാലും തെറ്റില്ല. കാരണം മനസ്സിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം അത് വ്യാപിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുടേത് മാത്രമാകണമെന്ന് നിങ്ങൾ സ്വപ്നം കാണുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരിക്കലും ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണമെന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറിക്കൂടാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് അവകാശമുണ്ടോ, ഞാനതിന് യോഗ്യനാണോ യോഗ്യയാണോ എന്നുള്ളതൊന്നും നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രശ്നമല്ല. ആ വ്യക്തിയെ മറ്റാരും സ്വന്തമാക്കാൻ പാടില്ല. എനിക്ക് തന്നെ ആ വ്യക്തിയെ നേടണം. അകമമായി നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സത്യത്തിൽ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ആ വ്യക്തി നിങ്ങളുടേതായിത്തീരുമോ, അല്ലെങ്കിൽ നിങ്ങളുമായ ആ വ്യക്തിയുമായി നിങ്ങളൊരു ബന്ധമുണ്ടാകുമോ, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് അതെത്തുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ആ വ്യക്തിയുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങളും അതിലേക്ക് എത്തപ്പെടും എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സിമ്പിളായിരിക്കില്ല അതിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന അലയൊലികൾ അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു അന്ധത വ്യാപിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയേ തീരൂ, ആ വ്യക്തിയെ ലഭിച്ചേ തീരൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിനെല്ലാം ഒരു മറുവശമുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ചിന്തിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പോലും ജീവിതത്തിലെ നിങ്ങളുടെ ഇന്നത്തെ ആ താളം തെറ്റിച്ചുകൊണ്ട് നിങ്ങൾക്കതെത്ര കാലം പിടിച്ചു നിർത്താൻ കഴിയും, അല്ലെങ്കിൽ അതെത്ര നാൾ കൊണ്ടുപോകാൻ കഴിയും. സ്നേഹവും ഇഷ്ടവും എപ്പോഴും ആർക്കും ഉണ്ടാകാം. എന്നിരുന്നാലും ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു പരീക്ഷണ ഘട്ടമാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടന്നാലും നടന്നില്ലെങ്കിലും അത് ജീവിതത്തിൻ്റേതായ ഒരു മേഖലയെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കടുത്ത രണ്ടാമത്തെ ഫയലായി വൃക്ഷം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ഇനി പോകാം. ഇവിടെയും പ്രശ്നം അത് തന്നെ. ഇവിടെ ആ വ്യക്തിയാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൂടുതലായിട്ട്. നിങ്ങൾ ഒഴിഞ്ഞു മാറാനോ ഭയപ്പെടുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അത് ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ആ വ്യക്തിയായിരുന്നു കൂടുതൽ ഭയപ്പെടേണ്ടത്. പക്ഷെ ആ വ്യക്തി ആ ഭയത്തിലേക്ക് വരുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു അനാവശ്യ ധൈര്യം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തി ആ ധൈര്യത്തിൻ്റെ ചിറകിലേറി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പലപ്പോഴും മറ്റുള്ള സാഹചര്യങ്ങളോ മറ്റുള്ള ചുറ്റുപാടുകളോ നോക്കാതെ പോലും ആ വ്യക്തി ഒന്ന് ആവശ്യപ്പെടുകയും വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. മനസ്സിൻ്റെ ഉള്ളിലെ ഇഷ്ടം നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ വ്യക്തി
ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അത് ഇത്രത്തോളം നിങ്ങളിതിലേക്ക് വരാനും കാരണം ആ വ്യക്തിയുടെ സമീപനങ്ങൾ തന്നെയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു, ആ വ്യക്തി നിങ്ങളുടേതാകാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ വ്യക്തി ഇത്ര ധൈര്യം കാണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോടുകൂടി ഉത്തരം പറയണം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രേരണയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടി വരും. ആ വ്യക്തി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത്ര ഒരു ചിന്ത പോലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അനുവാദം ചോദിക്കാതെ, ഔചിത്യങ്ങൾ പാലിക്കാതെ ആ വ്യക്തി കടന്നു വന്നിരിക്കുന്നു. അത് നിങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ഒരേ സമയം നിങ്ങളത് ഇഷ്ടപ്പെടുകയും നിങ്ങളത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴും അത് എത്രത്തോളം പ്രതിസന്ധികൾ ഭാവിയിൽ സൃഷ്ടിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കപ്പെടുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ ഗതി തകർത്ത് കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഭയങ്ങളിലെല്ലാം കാര്യമുണ്ട്. കാരണം ജീവിതമെന്ന് പറയുന്നത് അതൊരു ഞാണിന്മേൽ കളി തന്നെയാണ്. വലിയ തരത്തിൽ നാം വഴുതി മാറിപ്പോകുമ്പോൾ ആ ഞാൻ തെറ്റുകയും ജീവിതം തന്നെ തകർന്നടിഞ്ഞ് വീഴുകയും ചെയ്തേക്കാം. അത് നിങ്ങൾക്ക് ചിന്ത ഉണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ഇടപെടലുകളും ആ വ്യക്തിയുടെ സമീപനങ്ങളും നിങ്ങൾക്ക് കൃത്യമായൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് നോ പറയാൻ കഴിയുന്നില്ല. കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കപ്പെടുകയാണ്. ഓരോ നിമിഷവും നിങ്ങളതിലേക്ക് വഴുതി വീഴുന്ന നിലയ്ക്ക് നിങ്ങളുടെ ജീവിതം പോവുകയാണ്. നിങ്ങൾക്ക് പിന്മാറാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഭൂമിയിൽ വേരൂന്നി നിന്ന എല്ലാ അനുഗ്രഹത്തോടു കൂടിയുള്ളൊരു ജീവിതം കിട്ടിയ വ്യക്തിയാണ്. പക്ഷെ അത് തകിടം മറിയുമോ എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ട് ഈ ഒരു കാര്യത്തിൽ. പക്ഷെ മറുവശത്ത് ആ വ്യക്തി നിങ്ങളുടേതാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നിലകൊള്ളുന്നു. ആ വ്യക്തിയുടെ പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ അതിൽ വീണുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് ആ വ്യക്തിയുടെ ഒരുപക്ഷെ സംസാരം, ആ വ്യക്തിയുടെ പെരുമാറ്റം, ആ വ്യക്തിയുടെ നിലപാടുകൾ, ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന കാഴ്ചപ്പാടുകൾ, പെരുമാറ്റം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ കൃത്യമായി സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ തരത്തിലുള്ള ആത്മസംഘർഷങ്ങൾ അതുവഴി ഉടലെടുക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നതല്ല. അത് നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് നോ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ലൗകികമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിവിടെ വായിക്കപ്പെടുന്നത്. ആ വ്യക്തിയിലെ സ്നേഹം നേടി വിജയിക്കുന്ന തലത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത്. പരിണത ഫലങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് മൗനം ഭജിക്കുകയാണെന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.